ഇന്ന് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി കേട്ടോ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങും. അത്യാവശ്യം കഴിക്കാനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ അപ്പവും കടലക്കറിയും വാങ്ങി. ഡ്യൂട്ടി കയറി കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. 3 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരിടം വരെ പോവാന്ന്. എങ്ങോട്ടാന്നല്ലേ, വാ കാണിച്ചു തരാം. ദേ ആ കാണുന്നിടത്തേക്കാണ് നമ്മൾ പോണത്. ആ കാണുന്നതാണ് സ്തൂപം. അതായത് ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീശങ്കരാചാര്യരുടെ ജന്മഭൂമി എന്നാണ് കാലടി എന്ന പ്രദേശത്തെ അറിയപ്പെടുന്നത്. ശ്രീശങ്കരാചാര്യരുടെ ജനനം മുതൽ മരണം വരെയുള്ള പ്രധാന സംഭവങ്ങൾ ശില്പരൂപത്തിൽ നമുക്ക് കാണാം. 150 അടി ഉയരവും 8 നിലകളും ഇതിനുണ്ട്. ഇതിനകത്ത് കയറാൻ പാസ് എടുക്കണം. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരും. അവർക്ക് സ്തൂപത്തിന്റെ ഐതിഹ്യം പറഞ്ഞു കൊടുക്കാനായിട്ട് ആളും. അങ്ങനെ ഞാൻ പാസ് എടുത്തു. ഒരാൾക്ക് 5 രൂപയുള്ളൂ ഇത് കാണാനായിട്ട്. പക്ഷേ ഫോട്ടോഗ്രാഫി ഇതിൻ്റെ അകത്ത് അലൗഡ് അല്ലായിരുന്നു. എടുത്ത ഫൈൻ അടയ്ക്കേണ്ടി വരുമെന്ന് അവർ എന്നെ പേടിപ്പിച്ചു. അതുകൊണ്ട് അകത്തെ കാഴ്ചകൾ എനിക്ക് നിങ്ങളെ കാണിക്കാനും പറ്റിയില്ല. ഞാനാണ് അകത്തെ കാഴ്ചകളെ കണ്ട് തിരിച്ചിറങ്ങി. ഇതിൻ്റെ പുറത്ത് ശങ്കരാചാര്യരുടെ ജനിച്ചത് തൊട്ടുള്ള കാര്യങ്ങളും അത് നടന്ന വർഷവും എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്തൂപത്തിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ അമ്പലവും അതിൻ്റെ പുറകില് സ്തൂപത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ചെറിയ സ്കൂളും ഉണ്ട്. അവിടുത്തെ കാഴ്ചകളെ കണ്ട് ഞാൻ തിരിച്ചു പോന്നു. ഈ കാണുന്നതാണ് ശ്രീശങ്കര സംസ്കൃത സർവകലാശാല. സ്തൂപത്തിന്റെ അടുത്തുനിന്ന് കുറച്ച് നടന്നാൽ ഇത് കാണാം. ഇതിന്റെ അകത്ത് തന്നെ പോസ്റ്റ് ഓഫീസ്, ബാങ്ക് അങ്ങനെ എല്ലാം ഉണ്ട്. ഇതാണ് ചിത്രമതില്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്. 1500 മീറ്റർ നീളവും 6 അടി വീതിയും ഇതിനുണ്ട്. അവിടുത്തെ കാഴ്ചകളെ കണ്ട് ഞാൻ ബസ്സിൽ കയറാൻ നടന്നു. ഒന്നും പറയണ്ട, ഭയങ്കര വെയിലാട്ടോ. ബസ് സ്റ്റോപ്പിലെത്തി ബസ് നോക്കി നിന്ന് കുറേ നേരത്തിന് ശേഷം ബസ് വന്നു. വീട്ടിലേക്ക് പോണ വഴി കട കണ്ടപ്പോൾ എന്തേലും വാങ്ങാന്ന് വെച്ച് ഒരു പപ്സ് വാങ്ങി വീട്ടിലേക്ക് എത്തി. എന്നാ ശരി, ഞാൻ പോയി കഴിക്കട്ടെ. ടാറ്റാ.